Hello friends, Technically Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഓണറിന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഓഫറിംഗ് ആയ ഓണർ 8C ആണ്. അപ്പോൾ ഓണർ 8C ഇതുവരെ ഇന്ത്യയിൽ അനൗൺസ് ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ ഒഫീഷ്യൽ ലോഞ്ച് നവംബർ 29-നാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രൈസിംഗ് ഇപ്പോൾ അറിയത്തില്ല. ഇതൊരു ബഡ്ജറ്റ് ഓഫറിംഗ് ആയിരിക്കും. 15,000 താഴെയോ അല്ലെങ്കിൽ ഒരു 10 to 12,000 ഉള്ളിലായിരിക്കും എന്നാണ് നമ്മുടെ ഒരു ധാരണ. അപ്പോൾ നമ്മളിന്ന് ഓണർ 8Cൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൂടാണ്ട് തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും ഡീറ്റെയിൽസും ക്യാമറ സാമ്പിൾസും സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും എല്ലാം തന്നെ പറയുന്നതാണ്. അപ്പോൾ ഓണർ 8Cൻ്റെ പ്രത്യേകത രണ്ടെണ്ണമാണ്. ഒരെണ്ണം ഇത് സ്നാപ്ഡ്രാഗൺ 632 എന്ന് പറയുന്ന ഒക്ടാ കോർ ചിപ്സെറ്റിൻ്റെ ഫസ്റ്റ് ഇറങ്ങുന്ന ഡിവൈസാണ്. അതായത് സ്നാപ്ഡ്രാഗൺ 632 ഈ വർഷം ജൂണിൽ എന്താണ് അനൗൺസ് ചെയ്തത് ക്വാൽകോം. അപ്പോൾ ആ പ്രോസസ്സർ വെച്ച് ഇറങ്ങുന്ന ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് ഓണർ 8C. പിന്നെ ഇതിൽ 4000 mAh കപ്പാസിറ്റി ബാറ്ററി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ബോക്സും തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഓണർ 8Cൻ്റെ ബോക്സ് പാക്കിങ്. അതിനകത്ത് സ്പെസിഫിക്കേഷൻ കാണാം നമുക്ക്. ഒക്ടാ കോർ ചിപ്സെറ്റ്, 4GB റാം, 64GB സ്റ്റോറേജ്. അപ്പോൾ ഇത് 3 വേരിയൻ്റാണ് വരുന്നത്. 3GB റാം, 32GB സ്റ്റോറേജ്, 4GB റാം, 32GB സ്റ്റോറേജും, 4GB റാം, 64GB സ്റ്റോറേജുമാണ് വരുന്നത്. പിന്നെ വരുന്നത് 13+2 മെഗാപിക്സൽ റിയർ ക്യാമറ, 8 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറ, ഡുവൽ വോൾട്ടേജ് സപ്പോർട്ട്, ഫിംഗർ പ്രിൻറ്റ് സെൻസർ, 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബോക്സും തുറന്നു നോക്കാം. ഇത് 2 കളറിലാണ് വരുന്നത്, ബ്ലൂ ആൻഡ് ബ്ലാക്ക്. നമ്മുടെ കയ്യിലുള്ളത് ബ്ലൂ വേരിയൻ്റ് ആണ്. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഡിവൈസാണ്. ഓണർ 8C കാണാം. അപ്പോൾ ഓണർ 8Cൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു പ്ലാസ്റ്റിക് ബിൽഡാണ്. പക്ഷേ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ പോലും അതിൻ്റെ ഫിനിഷിങ് കണ്ടാൽ നല്ലൊരു പ്രീമിയം ഗ്ലാസ് ഫിനിഷ് പോലെ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നല്ലൊരു സ്മൂത്ത് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു പ്രീമിയം ഫിനിഷിങ്ങും പോലെ തന്നെ തോന്നും. പക്ഷേ എങ്കിലും ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. പിന്നെ അതിനകത്ത് AI ക്യാമറയും ഡുവൽ ക്യാമറ സെറ്റപ്പ്, 13 and 2 മെഗാപിക്സൽ ക്യാമറയുടെ f/stop 1.8 അപ്പേച്ചറാണ്. ഓണർ ബ്രാൻഡിങ് കാണാം. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കാണാം. പിന്നെ ഇതിനകത്ത് നല്ല കേർവ്ഡ് എഡ്ജസ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫീലാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഓണർ ബ്രാൻഡിങ് ഫ്രണ്ടിലും കാണാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഡിവൈസ്. നമുക്കിതൊന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി എന്തൊക്കെ വരുന്ന നോക്കാം. ഒരു സിം ഇജക്റ്റ് പിന്നെ വരുന്നത് ഒരു കേസാണ്, ഒരു TPU കേസ്, സ്റ്റാൻഡേർഡ് TPU കേസ്. പിന്നെ ഒരു സ്ക്രീൻ ഗാർഡും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിനകത്ത് വരുന്ന മാനുവൽസ് ആൻഡ് വാറണ്ടി ഇൻഫർമേഷനാണ്. പിന്നെ വരുന്നത് വാവിൻ്റെ ചാർജറാണ്. ഇത് 5 volt 2 amp സ്റ്റാൻഡേർഡ് ചാർജറാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് USB ഡേറ്റ സിങ്കിങ് ആൻഡ് ചാർജിങ് കേബിളാണ്. അപ്പോൾ ഇത്രയും ബോക്സിനകത്ത് വരുന്നുള്ളൂ. നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഓണർ 8C. നിങ്ങൾക്ക് കാണാം ഡിസ്പ്ലേയിൽ നോച്ച് ഇൻക്ലൂഡഡ് ആണ്. നോച്ചിനകത്താണ് ഫ്രണ്ട് ക്യാമറയും ഇയർ പീസും സെൻസേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇത് EMUI ആണ് വരുന്നത്. അപ്പോൾ എല്ലാ ഓണർ സ്മാർട്ട് ഫോൺസിലും പോലെ ഇതിലും EMUI വരുന്നത്. ആൻഡ്രോയിഡ് 8.1 ഒറിയോ ആണ് വരുന്ന സോഫ്റ്റ്വെയർ. സിസ്റ്റം സെറ്റിങ്സിൽ പോയ അബൌട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം EMUI വേർഷൻ 8.2, ആൻഡ്രോയിഡ് വേർഷൻ 8.1, ക്വാൽകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 632 ഒക്ടാ കോർ ചിപ്സെറ്റ്, 4GB റാമും 64GB സ്റ്റോറേജുമാണ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ 3 വേരിയൻ്റാണ് വരുന്നത്. ഡിസ്പ്ലേ റെസൊല്യൂഷൻ 1520x720p ആൻഡ് സെക്യൂരിറ്റി പാച്ച് September 1st, 2018 വരുന്നത്. അപ്പോൾ EMUIയിൽ ഒരുപാടധികം ഫീച്ചേഴ്സ് നിങ്ങൾക്കറിയാം. സിമ്പിൾ മോഡ്, പിന്നെ സിസ്റ്റം നാവിഗേഷൻ കോൺഫിഗർ ചെയ്യാൻ, അതേപോലെ തന്നെ സ്മാർട്ട് അസിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ 1 handed UI, മോഷൻ കൺട്രോൾ, ഡുവൽ ആപ്പ് സപ്പോർട്ട് ഫോർ തീംസ്, അങ്ങനെ ഒരുപാടധികം ഫീച്ചേഴ്സ് വരുന്ന ഒരു UI ആണ് EMUI. അപ്പോൾ അതെല്ലാം തന്നെ ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. ഇനി നമുക്കിതിൻ്റെ ക്യാമറയെക്കുറിച്ച് പറയാം. ക്യാമറ വരുന്നത് ഇതിനകത്ത് ഒരു 13 and 2 മെഗാപിക്സൽ റിയർ ക്യാമറയാണ്, f/stop 1.8ഉം, ഫ്രണ്ട് ക്യാമറ ഒരു 8 മെഗാപിക്സൽ ഷൂട്ടറും 2.0 അപ്പേച്ചറാണ് വരുന്നത്. അപ്പോൾ ക്യാമറ UIയിൽ പോർട്രേറ്റ് മോഡ്, അപ്പേച്ചർ മോഡ്, പിന്നെ വീഡിയോ റെക്കോർഡിംഗ് അറ്റ് 1080p റെസൊല്യൂഷനാണ്. അങ്ങനെ ഒരുപാടധികം ഫീച്ചേഴ്സും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിനകത്ത് AI മോഡും ക്യാമറയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഓണർ 8Cന്ന് എടുത്ത ക്യാമറ സാമ്പിൾസ്. ഡീറ്റെയിൽഡായ ക്യാമറയെക്കുറിച്ച് നമ്മൾ വിശദമായ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് സാമ്പിൾസ് ഓണർ 8Cന്ന് എടുത്ത് നമ്മൾ അൺബോക്സ് ചെയ്തതിനു ശേഷം എടുത്ത കുറച്ച് സാമ്പിൾസാണ്. പിന്നെ ഓണർ 8Cൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ 4000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു കപ്പാസിറ്റി ബാറ്ററിയാണ്. കാരണം ചെറിയ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്, ഫുൾ HD അല്ല. അതുകൂടാണ്ട് തന്നെ സ്നാപ്ഡ്രാഗൺ 632 ചിപ്സെറ്റ് ഒരു പുതിയ ചിപ്സെറ്റാണ്. അതുകൂടാണ്ട് തന്നെ 4000 mAh കപ്പാസിറ്റി ബാറ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 1.5 ദിവസമൊക്കെ എങ്ങനെയാണെങ്കിലും കിട്ടാവുന്നതാണ്. കാരണം ഡിസ്പ്ലേൻ്റെ റെസൊല്യൂഷൻ തന്നെ ലോവർ റെസൊല്യൂഷനാണ്, ഫുൾ HD അല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ബാറ്ററി കപ്പാസിറ്റിയും നല്ല ബാറ്ററി പെർഫോമൻസും കിട്ടുന്നതാണ്
നമ്മുടെ ധാരണ. അപ്പോൾ നമ്മൾ പിന്നെ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഓണർ 8C. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നമുക്കിപ്പോൾ അറിയില്ല. ഇതിൻ്റെ പ്രൈസിങ് October 29th November 29th അനൗൺസ് ചെയ്യുള്ളൂ. അതാണ് ഇതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച്. നമ്മൾക്ക് നേരത്തെ തന്നെ ഓണർ ഈ ഡിവൈസ് റിവ്യൂവിന് അയച്ചതുകൊണ്ട് ആണ് നമ്മൾ അപ്പോൾ അൺബോക്സിങ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു ഓണർ 8C അൺബോക്സിങ് ഹാൻഡ്സ് ഓണും കുറച്ച് ക്യാമറ സാമ്പിൾസുമാണ് കാണിച്ചു തന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.